വന്യ ബിഷപ്പ്, ഔദ്യോഗിക ഭാരവാഹികൾ, സഹപട്ടക്കാർ, ദൈവജനം എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. മത്തായി സുവിശേഷത്തിൻ്റെ 12 അധ്യായങ്ങൾ വളരെ നന്നായി ബൈബിൾ സ്റ്റഡിയിലൂടെ നാം പഠിക്കുകയുണ്ടായി. നമ്മുടെ പട്ടക്കാരും സഭാ ശുശ്രൂഷകന്മാരും അവരുടെ ദൗത്യം വളരെ നന്നായിട്ട് നിർവഹിച്ചു. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വേദപഠന ക്ലാസ് മത്തായി സുവിശേഷം 13 അധ്യായത്തെ ആസ്പദമാക്കിയാണ് പഠിക്കുവാനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ നമ്മെ എല്ലാവരെയും കാത്ത ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 13 അധ്യായത്തിൽ നാം പഠിക്കുന്നതിന് മുമ്പ് തന്നെ ആ അധ്യായത്തിൻ്റെ കാതലായ ചില സത്യങ്ങൾ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ദൈവരാജ്യം എന്നാൽ എന്താണ്? ദൈവരാജ്യം നമുക്ക് എവിടെ കാണാൻ കഴിയും? ദൈവരാജ്യത്തിൽ നമുക്ക് എങ്ങനെ പ്രവേശിക്കാം? ദൈവരാജ്യം എപ്പോൾ സ്ഥാപിക്കും? ദൈവരാജ്യം ഇവിടെ നേരത്തെ സ്ഥാപിതമായോ? ഈ അടിസ്ഥാന ചോദ്യങ്ങൾ മനസ്സിൽ ഇട്ടിട്ട് വേണം നാം മത്തായി സുവിശേഷം 13 അധ്യായം പഠിക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത്. മത്തായി സുവിശേഷം 13 അധ്യായം നാം പഠിക്കുമ്പോൾ തന്നെ ആ മത്തായി സുവിശേഷത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള അധ്യായം പഠിച്ചതും വായിക്കുന്നതും അത് ഗ്രഹിക്കുന്നതും 13 അധ്യായം പഠിക്കുന്നതിന് മുന്നോടിയായി തീർന്നു എന്നത് യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു രാജാവ്, യേശുക്രിസ്തു ദൈവപുത്രൻ, ലോകത്തിൻ്റെ രക്ഷകൻ അഥവാ മശിഹ, ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ അധിപൻ എന്നീ കാര്യങ്ങളെല്ലാം യഹൂദന്മാർക്കിടയിൽ സമർത്ഥിക്കുക എന്നതായിരുന്നു മത്തായി സുവിശേഷത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഈ അടിസ്ഥാന ആശയം മനസ്സിലിട്ടിട്ട് വേണം നാം മത്തായി സുവിശേഷത്തിൻ്റെ ഓരോ അധ്യായവും പഠിക്കേണ്ടത്. മത്തായി 1 അധ്യായത്തിൽ യേശു രാജാവായി വാഴണം. കാരണം മശിഹ ദാവീദ് പുത്രനാണ്. മശിഹ പിറക്കുമെന്ന് പ്രവചിച്ച ദാവീദ് ഗോത്രത്തിലെ വ്യക്തിയാണ്. അതുകൊണ്ട് ദാവീദ് ഗോത്രത്തിൽ പിറന്നവനാണ് യേശു എന്ന് സമർത്ഥിക്കുവാനായിട്ടാണ് മത്തായി സുവിശേഷത്തിൻ്റെ 1 അധ്യായത്തിൽ വംശാവലി വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയത്. 2 അധ്യായത്തിലേക്ക് വരുമ്പോൾ കിഴക്ക് നിന്ന് വിദ്വാൻമാരുടെ വരവും മശിഹായെ അവർ പൊന്നും മോരും കുന്തുരുക്കവും വെച്ച് വണങ്ങുന്നതും മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ, ദ കിങ് ഓഫ് ദ ഡേവിഡ് എന്ന് പറയുന്ന രാജ്യത്വത്തെ പ്രസ്താവിക്കുന്നതാണ് 2 അധ്യായത്തിൽ. 3 അധ്യായം വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിൻ്റെ മഹത്വം അഥവാ രാജ്യത്വം വീണ്ടും പരസ്യമായി പ്രഖ്യാപിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. 4 അധ്യായത്തിൽ സാത്താൻ്റെ പരീക്ഷണത്തിൻ്റെ മേൽ യേശു ജയമെടുത്തതിലൂടെ യേശുക്രിസ്തുവിൻ്റെ രാജകീയത്വമാണ് പ്രസ്താവിക്കുന്നത്. ദൈവരാജ്യത്തിന് വിഭാവനം ചെയ്തിരിക്കുന്ന, അതിനെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തികളെ ജയിച്ചു യേശു രാജാവായി വാഴുന്നതായിട്ട് തൻ്റെ പരീക്ഷണത്തിൽ ജയിച്ചത് കാണാൻ കഴിയും. 5, 6, 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ യേശു അധികാരത്തോടെ സംസാരിക്കുന്നു. അവൻ രാജാവിൻ്റെ അധികാരത്തോടു കൂടെ സംസാരിക്കുന്നു. അത് തൻ്റെ രാജവാഴ്ചയുടെ ഒരു തത്വസംഗതികൾ യേശു പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതാണ് 5, 6, 7 അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഉള്ളടക്കം. 8 അധ്യായം 9, 10 ഇവ ചേർത്ത് വായിക്കുമ്പോൾ രാജാവിൻ്റെ യോഗ്യതകളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അത്ഭുതം പ്രവർത്തിക്കുന്നവൻ, പ്രവചന നിവൃത്തിയായ മശിഹ ഇദ്ദേഹമാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള യേശുക്രിസ്തുവിൻ്റെ അത്ഭുത ശക്തികൾ യേശു മശിഹയായ കർത്താവ് തന്നെയെന്ന് തെളിയിച്ചു കൊടുക്കുന്നതായിട്ട്
കാണുവാനായിട്ട് കഴിയും. അത്ഭുതങ്ങളെല്ലാം ചെയ്തിട്ടും യേശുക്രിസ്തുവിനെ യഹൂദന്മാർ മശിഹയായി അംഗീകരിക്കുന്നില്ല. അവർ വീണ്ടും മറ്റൊരാൾക്കായിട്ട് കാത്തിരിക്കുന്നതാണ് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൻ്റെ മനസ്സിൻ്റെ കാഠിന്യമാണ്, പാപം നിറഞ്ഞ അവരുടെ ജീവിതാവസ്ഥ. മശിഹയെ അംഗീകരിക്കാത്തത് വിളിച്ചു പറയുകയാണ്. ഇതിനൊരു ന്യായവിധി ഉണ്ടാകും എന്ന് പറയുന്നു. അതോടൊപ്പം യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് ഒരു വാതിൽ തുറന്നു നൽകുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇപ്പം ന്യായവിധിയെക്കുറിച്ച് മാത്രം പറഞ്ഞതല്ല, മറിച്ച് കൃപായുഗത്തിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ക്ഷണവും കൂടെ നൽകുന്നത് ആ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാം. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ സമ്പൂർണ്ണമായിട്ട് തിരസ്കരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ കരുണകൾക്ക് അതീതമായിട്ട് യഹൂദജനം തങ്ങളുടെ പ്രവൃത്തികൾ ചെയ്തു വരുന്നു. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ആണ് എൻ്റെ സഹോദരന്മാർ എന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. യേശു രാജാവാണെന്നും മശിഹയാണെന്നും സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ജനം അവനെ ഉപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അപ്പോഴും തന്നെ വിശ്വസിക്കുന്നവർക്ക് കർത്താവ് ഒരു വഴി കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ 1-ാമത്തെ അധ്യായം മുതൽ 12-ാമത്തെ അധ്യായം വരെ നാം വായിക്കുമ്പോഴൊക്കെ തന്നെ യേശു മശിഹയാണ്, ദാവീദ് ഗോത്രത്തിൻ്റെ രാജാവാണ്, സിംഹാസനത്തിൻ്റെ അധിപനാണ്, യേശുവിനെയാണ് മെസ്സിഹയായിട്ട് യഹൂദൻ കാത്തിരിക്കുന്ന വ്യക്തി യേശുവാണെന്ന് യഹൂദജനത്തോട് തെളിയിക്കുവാനായിട്ട്, പ്രൂഫ് ചെയ്യുവാനായിട്ടുള്ള ശ്രമമായിരുന്നു മത്തായിയുടെ 1-ാമത്തെ അധ്യായം മുതൽ 12 വരെയുമുള്ള എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. 13-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഇസ്രായേൽ മെസ്സിഹായെ തിരസ്കരിച്ചു. ദാവീദിൻ്റെ ഗോത്രത്തിൽ പിറന്ന രാജാവിനെ അവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് രാജാവിൻ്റെ രാജ്യത്വവും അവർ അംഗീകരിക്കുന്നില്ല. അപ്പം അവർ കിങ്ങിനെ അഥവാ രാജാവിനെ തിരസ്കരിക്കുന്നതിലൂടെ രാജാവിൻ്റെ രാജ്യവും രാജ്യത്വവും പരോക്ഷമായിട്ട് തിരസ്കരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നൂറ്റാണ്ടുകളായി മശിഹായ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. അവൻ്റെ രാജ്യം ഭൂമിയിൽ വരുവാനായിട്ട് അവർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ യഥാർത്ഥമായ മശിഹ വന്നപ്പോൾ അവനെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ അംഗീകരിക്കാനോ കഴിയാതെ യേശുവിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ക്രൂശീകരണത്തിൻ്റെ ഒരു നിഴലാണ് 13-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ളത്. യേശുവിനെ കൊല്ലുവാൻ ശാസ്ത്രിമാരും പരീശന്മാരും പള്ളിപ്രമാണിമാരും ഒരുമിച്ച് നിന്ന് തക്കം കാത്തിരിക്കുന്ന നിമിഷം. അപ്പോൾ അങ്ങനെ യേശുവിന് സംസാരിക്കുവാനായിട്ടുള്ള സിനഗോഗുകൾ, അവരുടെ ആരാധനാലയങ്ങളിൽ നിന്നും പതുക്കെ അവർ യേശുവിനെ ഒഴിച്ചു മാറ്റുകയും പുറത്താക്കുകയും ചെയ്യുന്നു. ആരാധനാ കേന്ദ്രങ്ങൾ, യഹൂദൻ്റെ ആരാധനാ കേന്ദ്രങ്ങൾ യേശുവിന് തുറന്നു കൊടുക്കാതെ അവർ അടച്ചിട്ടു എന്ന് കാണാൻ കഴിയും. പ്രവചനത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന യേശുവിനെ യഹൂദ മത നേതൃത്വം സമ്പൂർണമായി തിരസ്കരിച്ചു. അതിലൂടെ ക്രിസ്തു സ്ഥാപിക്കാനിരിക്കുന്ന ദൈവരാജ്യവും അവർ തിരസ്കരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോഴാണ് ഇവിടെ ദൈവരാജ്യം എപ്പോൾ സ്ഥാപിക്കും, ദൈവരാജ്യം എങ്ങനെ സ്ഥാപിക്കും, ആർക്കതിൽ പ്രവേശിക്കുവാൻ കഴിയും, എന്താണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ യോഗ്യത, ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങളുമായിട്ടാണ് സാധാരണ ജനം ജീവിക്കുന്നത്. അപ്പോൾ സാധാരണ ജനത്തിലേക്ക് അവരുടെ ശ്രദ്ധ ചെലുത്തുവാനും അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും അവരെ
ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീർക്കുവാനും കർത്താവ് ഒരുമ്പെടുന്നതാണ് 13-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട 7 ഉപമകളാണ് കർത്താവ് ഈ അധ്യായത്തിൽ പറയുകയും അതിന് വ്യാഖ്യാനം നൽകുകയും ചെയ്യുന്നത്. 13-ാം അധ്യായം നാം തുടങ്ങുമ്പോൾ മനസ്സിലാകും, യേശു പടകിലിരുന്ന് ജനത്തോട് സംസാരിക്കുന്നു. ദൈവാലയത്തിലിരുന്ന്, സിനഗോഗുകളിലിരുന്ന്, ആരാധനാ കേന്ദ്രങ്ങളിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന യേശു ആരാധനയുടെ അഥവാ ദൈവാലയത്തിൻ്റെ വാതിൽ അവന് അടച്ചപ്പോൾ യേശു പടകിലിരുന്ന് ജനത്തോട് ഉപദേശിച്ചു. യഹൂദജനം ആരാധനാലയത്തിൻ്റെ വാതിൽ അടച്ച് പുൽപ്പിറ്റുകൾ യേശുവിനെ തിരസ്കരിച്ചപ്പോൾ ക്രിസ്തു ജനത്തിൻ്റെ നടുവിലേക്ക് പുൽപ്പിറ്റുകളെ രൂപപ്പെടുത്തുന്നത് കാണുവാനായിട്ട് കഴിയും. ജനത്തിൻ്റെ നടുവിലേക്ക് പുൽപ്പിറ്റുകൾ മാറ്റുന്നു. യേശുക്രിസ്തു പ്രസംഗിക്കാൻ ഉപയോഗിച്ച പ്രസംഗപീഠം ഇവിടെ പടകാണ്. പടകിലിരുന്നു കൊണ്ട് യേശു പുരുഷാരത്തോട് സംസാരിക്കുകയാണ്. യേശു തൻ്റെ പുൽപ്പിറ്റ് ജനത്തിൻ്റെ നടുവിലേക്ക് ഇറക്കുന്നു. ജനത്തിൻ്റെ നടുവിലേക്ക് പുൽപ്പിറ്റ് മാറ്റുന്നു. പ്രൊട്ടസ്റ്റാന്റ് സഭകൾ തങ്ങളുടെ പുൽപ്പിറ്റുകൾ ജനനടുവിലാണ് വയ്ക്കുന്നത്. പ്രൊട്ടസ്റ്റാന്റ് സഭകളിൽ നമ്മൾ ചെല്ലുമ്പോൾ പ്രസംഗപീഠം എപ്പോഴും ജനത്തിൻ്റെ നടുവിലായിരിക്കും. ദൈവജനമാണ് പ്രാധാന്യം. സാധാരണപ്പെട്ട ദൈവജനത്തിൻ്റെ വിഷയമാണ് പ്രസംഗ വിഷയം. സാധാരണപ്പെട്ട ദൈവജനത്തിൻ്റെ പ്രയാസങ്ങളും നൊമ്പരങ്ങളും സംശയങ്ങളും ദൂരീകരിക്കുന്നതാണ് പ്രസംഗ വിഷയത്തിൻ്റെ കാതലായ സന്ദേശം. അതുകൊണ്ട് പള്ളികൾ അടഞ്ഞു കിടക്കുമ്പോഴും പള്ളിയുടെ അധികാരികൾ പ്രസംഗത്തിനുള്ള അവസരം നൽകാതിരിക്കുമ്പോഴും യേശു തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ ജനമധ്യയിലേക്ക് പുൽപ്പിറ്റുകൾ സ്ഥാപിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇന്ന് ഇക്കാലത്ത് കോവിഡ് മുഖാന്തരം എല്ലാ ദേവാലയങ്ങളും അടഞ്ഞു കിടക്കുമ്പോഴും എല്ലാ ആരാധനാ കേന്ദ്രങ്ങളും അടഞ്ഞിരിക്കുമ്പോഴും ജനത്തിൻ്റെ വേദനയുടെയും നൊമ്പരങ്ങളുടെയും നടുവിലേക്ക് പുൽപ്പിറ്റുകൾ മാറ്റുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആശങ്കയോടും ആവലാതികളോടും കഴിയുന്ന ജനത്തിന് അവരുടെ പ്രതിസന്ധികൾക്ക്, അവരുടെ സംശയങ്ങൾക്ക്, അവരുടെ ആശങ്കകൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ അവരുടെ നടുവിലേക്ക് പ്രസംഗപീഠം മാറ്റുന്നത് ഒരു പുതിയ നല്ല ചിന്തയാണ്. വളരെ കാതലായിട്ടുള്ള ദൈവരാജ്യമെന്ന വലിയ സംഗതിയാണ് യേശു പഠിപ്പിക്കുന്നത്. അത് വളരെ സാധാരണപ്പെട്ട ജനങ്ങളോടാണ് യേശു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാതലായിട്ടുള്ള ധാരാളം ചോദ്യങ്ങളുള്ള, സാധാരണ അഗാധമായ അർത്ഥം വരുന്ന ഈ ദൈവരാജ്യത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ അവരുടെ ഭാഷ മനസ്സിലാക്കി, അവരുടെ കേൾവിയുടെ ആഴം തിരിച്ചറിഞ്ഞ്, അവരുടെ ബുദ്ധിയും പരിജ്ഞാനവും തിരിച്ചറിഞ്ഞ് അവർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ ഉപമകളായിട്ട് പാരബിൾസിലൂടെയാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. ഒരു വലിയ ദൈവശാസ്ത്രത്തിൻ്റെ കാതലായ ചിന്തകളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വളരെ സരസമായിട്ടും ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാനായിട്ട് ജനത്തിൻ്റെ ഭാഷ തിരിച്ചറിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഉപമകളിലൂടെ, ആശയങ്ങളിലൂടെ യേശുക്രിസ്തു ആ സങ്കീർണമായിട്ടുള്ള സത്യം, ആശയം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് കാണുവാൻ കഴിയും. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള കാര്യാദികളെ
ജനങ്ങൾക്ക് മനസ്സിലാകാതെ വരുമ്പോൾ വളരെ ലഘൂകരിച്ച് ജനങ്ങളുടെ ഭാഷ തിരിച്ചറിഞ്ഞ് അവർക്ക് മനസ്സിലാക്കുവാൻ തക്ക തരത്തിലേക്ക് ഭാഷ മാറ്റുവാൻ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് ഇടപെടുവാൻ അലങ്കാരങ്ങളിലൂടെയും ഉപമകളിലൂടെയും പറയുവാൻ ശ്രദ്ധിച്ച യേശുവിൻ്റെ പഠിപ്പിക്കലാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത്, യേശു തൻ്റെ ജനത്തെ അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കുകയാണ്. ഓഡിയൻസിനെ യേശുവിന് നന്നായിട്ട് അറിയാം. കൂടെ വന്നിരിക്കുന്ന അഥവാ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങളും സാധാരണക്കാരാണ്. ആ സാധാരണക്കാരിടയിൽ വിവിധ തൊഴിൽ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. ദൈവരാജ്യമെന്ന ആ വലിയ ആശയം പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോരുത്തരും ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി യേശുക്രിസ്തു അതിന് അർത്ഥവ്യാപ്തിയോടെ സംസാരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഭാഗത്ത് കാണുന്ന മൂന്നാമത്തെ പ്രത്യേകത. ഈ കൂടി വന്നിരിക്കുന്ന സാധാരണ ജനങ്ങളിൽ കൃഷിക്കാരുണ്ട്. ആ കൃഷിക്കാർക്ക് ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ കൃഷിക്കാരൻ്റെ ഭാഷയിൽ തന്നെ യേശു വിതയ്ക്കുന്നവൻ്റെ ഉപമയിലൂടെ അവരെ ദൈവരാജ്യത്തിൻ്റെ സത്യം പഠിപ്പിക്കുമ്പോൾ കൃഷിക്കാരനത് മനസ്സിലാകും, വിതയ്ക്കുന്നവന് മനസ്സിലാകും. കളയും വിളയും ഒരുമിച്ച് വളരുകയും അത് കൊയ്തു മാറ്റുകയും അതിനകത്ത് ഇടപ്പണി ചെയ്യണം എന്നുള്ള കാര്യാദികളെക്കുറിച്ച് ബോധ്യപ്പെടുമ്പോൾ ഒരു കാർഷിക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ദൈവരാജ്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ യേശു ശ്രമിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ദൈവരാജ്യത്തെ കടുകുമണിയോളം ഉപമിക്കുമ്പോഴും ഒരു കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന മക്കൾക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് വ്യക്തമാക്കി കൊടുക്കുവാൻ യേശു ശ്രമിക്കുന്നു. ദൈവരാജ്യത്തെ പുളിച്ച മാവിനോട് സദൃശ്യമെന്ന് പറയുമ്പോൾ കൂടിയിരിക്കുന്ന ഓരോ വീട്ടമ്മയ്ക്കും സ്ത്രീക്കും തങ്ങൾ ദൈനംദിനം ഉപയോഗിക്കുന്ന പുളിച്ച മാവുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രബോധനം കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക്, വിശേഷിച്ച് വീട്ടമ്മയ്ക്ക് ദൈവരാജ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ യേശു ശ്രമിക്കുന്നത് കാണുവാൻ കഴിയും. ദൈവരാജ്യത്തെ ഒരു മുത്തന്വേഷിക്കുന്ന വ്യാപാരിയോട് സാദൃശ്യമെന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സുകാരന് അഥവാ മുത്തന്വേഷിക്കുന്നവന്, മുത്തു വ്യാപാരിക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ശ്രമം. ദൈവരാജ്യത്തെ വലയോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ മീൻപിടുത്ത തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന കൂടി വന്നിരിക്കുന്ന ജനങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാൻ, ആഴമായ സത്യം മനസ്സിലാക്കി കൊടുക്കുവാൻ വലയോടും മീൻപിടുത്തത്തോടും സാദൃശ്യപ്പെടുത്തി യേശു പഠിപ്പിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ചുരുക്കത്തിൽ തൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ജനം ആരാണെന്ന് ബോധ്യപ്പെടുകയും അവർ സാധാരണയായി ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലെന്തെന്ന് മനസ്സിലാക്കുകയും അവരുടെ ജീവിത പശ്ചാത്തലത്തിൽ അവരുടെ കോണ്ടസ്റ്റ് തിരിച്ചറിഞ്ഞിട്ട് യേശു ദൈവരാജ്യം എന്ന ആ ഒരു വലിയ സങ്കല്പത്തെക്കുറിച്ച്, ആ സത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട് യേശു ആ ഭാഗം കോണ്ടസ്റ്റലൈസ് ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. വേദപുസ്തക പഠനത്തിൽ പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു മെത്തഡോളജിയാണ് കോണ്ടസ്റ്റലൈസിങ്. വേദപുസ്തകം എഴുതിയ പശ്ചാത്തലവും സാഹചര്യവും വർഷവുമൊക്കെ വിദൂരമായി വ്യത്യാസമാണെങ്കിലും അതിനെ നമ്മൾ അതിജീവിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് വേദപുസ്തക പഠനത്തെ ഇടുക്കി ചേർക്കുന്നതിനെയാണ് നമ്മൾ വേദശാസ്ത്ര മെത്തഡോളജി പ്രകാരം കോണ്ടസ്റ്റലൈസ് ചെയ്യുന്ന. അപ്രകാരം യേശു ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധയോടെ വായിക്കാൻ കഴിയും. ഓരോന്നിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അതിനെ ആഴമായി പഠിപ്പിച്ച് അതിൻ്റെ സാരാംശം എന്താണെന്നും അർത്ഥം എന്താണെന്നും യേശു വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്തായാലും ദൈവരാജ്യം എന്ന് പറയുന്ന ഒരനുഭവം സ്വായത്തമാക്കുവാൻ, ആ ദൈവരാജ്യത്തിൽ ഒരു കിങ് എന്ന് പറയുന്ന അനുഭവത്തിലേക്ക്, രാജാവെന്ന അനുഭവത്തിലേക്ക് ക്രിസ്തുവിനെ യഹൂദന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും
രാജാവിനെ അംഗീകരിക്കുമ്പോൾ അവൻ്റെ രാജ്യത്തെ അംഗീകരിക്കുകയും അവനിലൂടെ സ്ഥാപിതമാകുന്നത് ദൈവരാജ്യം എന്ന ബോധ്യപ്പെടുത്തലാണ് ഈ അധ്യായത്തിൻ്റെ കാതലായിട്ട് ഒളിഞ്ഞുകിടക്കുന്ന സത്യം. ഇതിനകത്ത് നാം മനസ്സിലാക്കുവാനായിട്ടുള്ളത് ദൈവവചന കേൾവി അത് നമുക്ക് വളരെ ആവശ്യമാണ്. വചനം എന്ന് പറയുന്നത് ജഡമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർക്കുന്നു. അപ്പോൾ വചനം ജഡമായി തീർന്ന് പാർക്കുന്ന യേശുവാണ് ദൈവവചനം. യേശു തന്നെ ദൈവവചനമാണ്, ജഡമായി തീർന്ന വചനമാണത്. അവൻ്റെ വാക്കുകൾ യേശു തന്നെ അവൻ വചനമായി മാറുകയാണ്. അപ്പോൾ യേശുവിനെ അംഗീകരിക്കുക, യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുക, അത് ദൈവരാജ്യത്തിൻ്റെ ആരംഭം കുറിക്കുവാൻ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായ ഒരു പ്രമാണമാണ് ദൈവവചനം കേൾവിയും. ദൈവവചനം ജഡമായി തീർന്ന് നമ്മുടെ മധ്യേ വസിക്കുന്ന യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിലൂടെ ദൈവരാജ്യത്തിന് നാം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുക്കം കൊടുക്കുകയാണ്. പിന്നെ വചനാടിസ്ഥാനമായ ജീവിതത്തെയാണ് ക്രമപ്പെടുത്തുവാൻ പറയുന്നത്. കർത്താവിൻ്റെ വാക്കുകൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജീവിതം ക്രമപ്പെടുത്തണം. പിന്നെ വലിയ ഒരു സംരംഭത്തിൻ്റെ ചെറിയ ഒരു തുടക്കമാണ് കടുകുമണിയെക്കുറിച്ച് പറയുമ്പോൾ. ഒരു വലിയ സംരംഭമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ്. ആ തുടക്കം ചെറുതായി തോന്നുമെങ്കിലും അതിൻ്റെ വളർച്ച വലുതായിരിക്കും എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. നിശബ്ദതയിലും പ്രവർത്തിക്കും. പുളിച്ചമാവിലൂടെ അതാ കാണാൻ കഴിയുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നിശബ്ദമായിരിക്കും. നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. പക്ഷേ പ്രഭാതത്തിൽ കലം നിറഞ്ഞു നിൽക്കുന്ന മാവിനകത്ത് പുളിക്കുവാൻ ഉപയോഗിക്കുന്ന ഈസ്റ്റ് അതിൻ്റെ പ്രവൃത്തി പോലെയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ദൈവരാജ്യ നിർമ്മിതിക്ക് ഒരു അന്വേഷണം ആവശ്യമാണ്. അത് നല്ലത് തേടിയുള്ള ഒരു അന്വേഷണമാണ്. ഒരു മുത്ത് തേടി ഒരു വിളം വിലയ്ക്ക് വാങ്ങുന്ന ഒരു വലിയ വിളനിലത്തിൽ മുത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഓടിപ്പോകുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ നിർമ്മിതിയിലേക്ക്, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരു അന്വേഷണം ആവശ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒളിച്ചു വച്ചിരിക്കുന്ന അഥവാ മറച്ചു വച്ചിരിക്കുന്ന നിധി പോലെയാണ്. അത്രമാത്രം ജാഗ്രതയാണ്. ഒരു നിധി ഒളിച്ചിരിക്കുമ്പോൾ, മറഞ്ഞിരിക്കുമ്പോൾ ആ നിധിയെ തേടി ആ വസ്തുക്കളെല്ലാം സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ മൂല്യം അത്ര വലുതായിരിക്കും. വേർതിരിക്കലിനെ കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ പാഠം പഠിപ്പിക്കുന്നുണ്ട്. കളയും വിളയും ഒരുമിച്ച് വളരും. വേർതിരിക്കുന്നതിനാണ് ന്യായവിധി. ആ വേർതിരിക്കുന്നത് ന്യായവിധിയാണ്, ഫൈനൽ ജഡ്ജ്മെൻ്റാണ്. പക്ഷേ അത് ന്യായവിധി ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വവും ചുമതലയും അതിൻ്റെ ഉടമസ്ഥന് മാത്രം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യം അഥവാ ദൈവിക ഭാഗത്തു നിന്നും ദൈവരാജ്യ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിന് ആത്യന്തികമായിട്ടുള്ള ഒരു ന്യായവിധിയുടെ അനുഭവം ഉണ്ടായിരിക്കും. ഈ സാരാംശങ്ങളൊക്കെ ചേർത്തിണക്കിയാണ് എല്ലാ ഉപമകളിലൂടെയും ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ സത്യം വെളിപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 1 മുതൽ 12 അധ്യായം വരെ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴൊക്കെ തന്നെ മത്തായിയുടെ എഴുത്തിൽ യഹൂദന്മാർക്ക് യേശുവാണ് ഈ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്നവനെന്നും അവർ പ്രതീക്ഷിക്കുന്ന മശികയാണെന്നും അത് യേശുവാണ് ആ മശിക എന്ന് സമർത്ഥിക്കുവാനുള്ള ഒരു ശ്രമമായിരുന്നു തുടക്കത്തിലെല്ലാം കാണുന്നത്, എത്രയും അധ്യായത്തിലും കാണുന്നത്. എന്നാൽ അത് 12 അധ്യായം കഴിഞ്ഞ് 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ തന്നെ യേശുവിനെ ക്രൂശീകരണത്തിന് വേണ്ടി അവർ യേശുവിനെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന മെശിഹ യേശുവല്ല എന്ന് മനസ്സിലാക്കി മറ്റൊരാൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന് ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന യഹൂദ ജനതയ്ക്ക് മനസ്സിലാകാതെ പോയ സത്യം സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് വിളംബരം ചെയ്യുകയും ആഗ്രഹിക്കുന്നവർക്ക് ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ചേർത്ത് നിർത്തുവാനുള്ള ഒരു ശ്രമവും പഠിപ്പിക്കലുമാണ് മത്തായി സുവിശേഷം 13 അധ്യായത്തിൻ്റെ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന കാതലായ സത്യം. അത് മനസ്സിലാക്കി നാം ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് പങ്കാളികളാകുവാൻ
ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി മാറുവാൻ, ദൈവരാജ്യത്തിലെ അവകാശികളായി തീരുവാൻ, ദൈവരാജ്യം എന്ന അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കുവാൻ ഈ ഒരു ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിലൂടെ സ്ഥാപിതമാകുന്ന സ്ഥാപിതമാക്കി തീർക്കാൻ കഴിയുന്ന ആ ദൈവരാജ്യ അനുഭവത്തിലേക്ക് ചേരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രകാരമുള്ള വേദപുസ്തക പഠനത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം മെച്ചപ്പെടുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ കരുണ ഈ നാളുകളിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.